നമസ്കാരം. സ്വാതന്ത്ര്യത്തിന് ശേഷം ബി.ജെ.പിയുടെ നമുക്കറിയാം ആർ.എസ്.എസ് 1925-ലാണ് ആർ.എസ്.എസ് രൂപീകരിക്കുന്നത്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ പറഞ്ഞ പോലെ 40-ന് ശേഷമാണ്. എന്തായാലും പിന്നീട് അങ്ങോട്ട് വന്ന ബി.ജെ.പി മുമ്പോട്ട് വെച്ച ഏറ്റവും വലിയ ഒന്നായിരുന്നു രാമക്ഷേത്രം. ഇന്ത്യയിലെ ഹിന്ദു വിശ്വാസികൾക്ക്, ഹിന്ദു സമൂഹത്തിന് വേണ്ടി രാമൻ്റെ പേരിൽ രാമക്ഷേത്രം, അയോധ്യ രാമക്ഷേത്രം ഉണ്ടാക്കുമെന്ന് പറയുന്നതും പിന്നീട് അതിൽ ബാബരി മസ്ജിദ് ഡെമോളിഷൻ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെല്ലാം കണ്ടതാണ്. എന്തായാലും ആ ഒരു ചരിത്രത്തിലോട്ട് പോകുന്നില്ല. കാലം എന്തായാലും ഒരുപാട് കാര്യം കഴിഞ്ഞു. പിന്നീട് ഈ പറഞ്ഞ പോലെ മോദി സർക്കാർ വരുമ്പോൾ എല്ലാവരുടെയും ആകാംക്ഷയോടെ കാത്തുനിന്ന ഒന്നായിരുന്നു രാമക്ഷേത്രം. ആ രാമക്ഷേത്രം സാഫല്യമായി ഹിന്ദു വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്നോളം നടന്ന ഒന്ന് തന്നെയാണ്. നമുക്കിപ്പം ബി.ജെ.പിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2014 മോദി ആദ്യമായി ഭരണത്തിൽ കയറുന്നത്. അപ്പോൾ ഭരണത്തിൽ കയറുമ്പം അന്ന് ഈ പറഞ്ഞ പോലെ വലിയ മാർജിൻ അന്ന് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. 280ഓളം സീറ്റുകളുടെ അകമ്പടിയോടെയാണ് അന്ന് ബി.ജെ.പി ലോക്സഭയിലെത്തുന്നത്. പിന്നീട് കഴിഞ്ഞു 2019 എത്തുമ്പോഴേക്കും അത് 300-ലധികം സീറ്റുമായിട്ട് ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുന്നത് കണ്ടു. ആരുടെയും പിന്തുണ ഇല്ലാണ്ട് പോലും ഈ പറഞ്ഞ പോലെ ലോക്സഭയിൽ പല കാര്യങ്ങളും ബി.ജെ.പിക്ക് പുഷ്പം പോലെ പാസ്സാക്കാൻ പറ്റുന്നൊരു പ്രക്രിയ കണ്ടു. പിന്നെ 2024 ഞാനടക്കമുള്ള ഈ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ബി.ജെ.പിക്ക് ഇതിലും വലിയൊരു വിജയം ആണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആ സമയത്താണ് ബി.ജെ.പി മുമ്പോട്ട് വെച്ച് അവർ കാലാകാലങ്ങളായി അവർ ആവശ്യപ്പെടുന്ന UPA സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ പോലും ആവശ്യപ്പെട്ടിരുന്ന ഒന്നായിരുന്നു അയോധ്യ രാമക്ഷേത്രം. അത് സാഫല്യമാക്കി എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ അന്നുണ്ടായിരുന്നത് 2024. അതിനെതിരെ അന്ന് പ്രതിപക്ഷം പലപ്പോഴും പല കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. മത കാര്യങ്ങൾ ഉപയോഗിച്ച് ബി.ജെ.പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളത്. ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കണം. കാരണം മതചിഹ്നങ്ങളോ മതപരമായ കാര്യങ്ങളോ ഇലക്ഷൻ സമയത്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇതിൽ വരുന്നതാണ്. അതായത് ആരെങ്കിലും അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസെടുക്കാൻ പറ്റും. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ബി.ജെ.പി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിലെല്ലാം പച്ചക്കൊടി കാണിക്കുന്ന ഒരു പ്രക്രിയയും നമ്മൾ കണ്ടു. എന്തായാലും ആ ഒരു ഇലക്ഷനിൽ ബി.ജെ.പി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവും. ആ സമയത്ത് മോദി അടക്കം പറഞ്ഞത് ഇസ് പാർ 400 പാർ എന്നായിരുന്നു പറഞ്ഞത്. അതായത് ഇപ്രാവശ്യം 400-ലധികം സീറ്റുമായി ബി.ജെ.പി രംഗത്ത് വരും എന്നുള്ളതായിരുന്നു. അതിന് ഏറ്റവും വലിയ മോദിയുടെ വിശ്വാസം, അല്ലെങ്കിൽ മോദിക്ക് ആത്മവിശ്വാസം നൽകിയത് അയോധ്യ തന്നെയാണ്. മറ്റെല്ലാ കാര്യങ്ങൾ ഒഴിച്ചു വച്ചാലും അയോധ്യ ബി.ജെ.പിക്ക്, നമുക്കറിയാം ഒരു ഏറ്റവും വലിയ ചൊല്ലുള്ളത് തന്നെ UP പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്ന് പല രാഷ്ട്രീയക്കാരും പറയാറുണ്ട്. അത് ഒരു പരിധിവരെ സത്യമാണ്. കാരണം 80ഓളം സീറ്റുകളുള്ള UP കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം എന്തായാലും ബി.ജെ.പിയുടെ ഏറ്റവും വലിയൊരു കോർ ഐഡിയോളജി, ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ നിന്നായ അയോധ്യ നടപ്പിലായി. നീ പറഞ്ഞ പോലെ യോഗി, മോദി, അമിത്ഷാ തുടങ്ങിയ വൻ നേതാക്കന്മാരുടെ അകമ്പടിയോടുകൂടി അത് ഇനാഗ്രേഷൻ നടക്കുന്നു. വലിയ തരത്തിലുള്ള വലിയ എന്താ പറയുക പ്രത്യാരോപണങ്ങൾ അതിന് പിന്നിൽ നടക്കുന്നു. പല നേതാക്കന്മാരും പോകും എന്ന് പറയുന്നു, പല നേതാക്കന്മാരും പോവില്ല എന്ന് പറയുന്നു. ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് പല നേതാക്കന്മാരെ അതിന് ഒഴിവാക്കുന്ന പ്രക്രിയ നമ്മൾ കണ്ടു. എന്തായാലും അതൊക്കെ കഴിഞ്ഞു പോയി. ഇന്നിപ്പം അതേ അയോധ്യയിൽ ഏറ്റവും വലിയ അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മൾ കേരളത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇവിടെ ഒരു അഴിമതി നടന്നിരിക്കുന്നു. ഇവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചെറിയ വിവാദങ്ങൾ പൊന്തി വരുന്നു. അതല്ലാതെയും പല കേസുകൾ നടക്കുന്നുണ്ട്. 2018 നമ്മൾ കണ്ടതായിരുന്നു യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമല. അത് പിന്നീട് 2025 ആയെങ്കിലും ശബരിമലയിലെ പല സ്വർണ്ണങ്ങളും സ്വർണ്ണപ്പാളി അടക്കമുള്ള തട്ടിപ്പും വലിയ തരത്തിൽ CPM-നെ പ്രതികൂലമായി ബാധിച്ചതും CPM തോറ്റതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അത് ദേശീയ തലത്തിലോട്ട് വരുമ്പോൾ ബി.ജെ.പി ഇപ്പോൾ ചെല്ലൊന്നുമല്ല ഈ ഒരു വിഷയം അയോധ്യ തട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞത് ബി.ജെ.പി ഏറ്റവും കൂടുതൽ ഇപ്പോൾ അയോധ്യ തന്നെയാണ് ഭയക്കുന്നത്. അയോധ്യയായിരുന്നു ഒരു കാലത്ത് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. 2024 ലോക്സഭാ ഇലക്ഷന് ബി.ജെ.പി നേരിടുമ്പോൾ അവരുടെ ഏറ്റവും വലിയ കോൺഫിഡൻസിൻ്റെ ഒരു മെയിൻ ചാലകം എന്ന് പറയുന്നത് അയോധ്യ ആയിരുന്നു. ഇന്നിപ്പോൾ അടുത്ത ഒരു വർഷം കഴിഞ്ഞാൽ UP നേരിടാൻ പോകുന്നത് നിയമസഭാ ഇലക്ഷനാണ്. ഇന്നിപ്പോൾ യോഗിയും മോദിയും അമിത്ഷായും നേരിടുന്ന ഏറ്റവും വലിയ പേടിയും അതേ അയോധ്യയാണ്. അയോധ്യ ഒരു കാലത്ത് ബി.ജെ.പിയുടെ സ്ട്രെങ്ത് ആക്കുന്നു, പിൽക്കാലത്ത് ഇന്ന് അത് അയോധ്യ ബി.ജെ.പിയുടെ വീക്ക്നെസ്സായി മാറുന്നു. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു അഴിമതിയിൽ ഒരുപാട് ബി.ജെ.പി പ്രവർത്തകരും ബി.ജെ.പി അനുകൂല നേതാക്കന്മാരും ചമ്പത് റായി അടക്കമുള്ള പല നേതാക്കന്മാരും അതിൽ പെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല അയോധ്യയിൽ പോകുന്ന രാമഭക്തരെ വരെ അവസാനം ബി.ജെ.പി ഭയപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പം കോൺഗ്രസിൻ്റെ UPയിലെ PCC പ്രസിഡൻ്റായിട്ടുള്ള അജയ് റായ്
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അയോധ്യക്ക് തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടിലേക്ക് താമസിക്കുന്നു. തൊട്ടടുത്തുള്ള ദിവസം അവിടെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു, ഇന്നലെ ആയിരുന്നു അത് പ്ലാൻ ചെയ്തായിരുന്നു. അയോധ്യയിൽ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ BJP പോലീസ് അവിടെ പോയി അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നു, പോകാൻ സമ്മതിക്കാണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ അജയ് റായ് അടക്കമുള്ള ഏകദേശം 9 അംഗ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഈ പറഞ്ഞ പോലെ അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കാൻ ഒരുങ്ങിയത്. അപ്പോൾ BJP എന്തിനാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ പോകുന്ന കോൺഗ്രസിനെ ഭയക്കുന്നത് എന്നുള്ളതാണ്. അവർ വിശ്വാസപരമായ കാര്യമോ ആണോ അല്ല എന്നിരിക്കട്ടെ, പക്ഷേ ഈ പറഞ്ഞ പോലെ അവരും ഹിന്ദുക്കളാണ്. അവർ പോകുന്നതിന് എന്തിനാണ് BJP ഇത്ര ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ഈ സാധനം വീണ്ടും വഷളായി കഴിഞ്ഞാൽ, അയോധ്യയിൽ കട്ടിട്ടുണ്ട് എന്നുള്ളത് പൊതുജനം അറിഞ്ഞു കഴിഞ്ഞു ഇനി ആരും അറിയാൻ ബാക്കിയില്ല. പക്ഷേ ആ കട്ടത്തിൻ്റെ ആഘാതം ബാക്കി ജനങ്ങൾ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മാനക്കേട് എന്നുള്ളതിനപ്പുറം BJPയുടെ ഇനി വരാവുന്ന പല ഇലക്ഷനുകളിൽ BJPയെ തോൽപ്പിക്കുന്ന ഒരു ഘടകം കൂടി അതായിരിക്കും. ഒരു കാലഘട്ടത്തിൽ BJP ജയിപ്പിച്ചതും ഇനി BJP തോൽപ്പിക്കാൻ പോകുന്നതും അയോധ്യ തന്നെയായിരിക്കും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോൾ എന്തായാലും അജയ് റായ് അടക്കമുള്ള പല നേതാക്കന്മാരെയും തടഞ്ഞു നിർത്തുന്നു. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ നരേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ ഡൽഹിയിൽ 2014 കെജ്രിവാൾ ഭരണം വരുമ്പോൾ കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഇന്ത്യ ഫോർ മോദി, ഡൽഹി ഫോർ കെജ്രിവാൾ. അതായിരുന്നു കെജ്രിവാളിൻ്റെ ഒരു സ്ലോഗൻ പോലും തെരഞ്ഞെടുപ്പ് കാലത്ത്. അതെന്തായാലും പിന്നീട് അങ്ങനെ നടന്നു. പിന്നീട് അതേ കെജ്രിവാൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വേരുകൾ പടർത്തുന്നത് കണ്ടു. അത് പഞ്ചാബിലും ഹരിയാനയിലും അങ്ങ് കാശ്മീരിൽ വരെ MLA-മാരുണ്ടാക്കി. മാത്രമല്ല UP-യിലും ജാർഖണ്ഡിലും അതേപോലെ ഗുജറാത്തിലും, മോദിയുടെ ഗുജറാത്തിലടക്കം ഒരുപാട് വോട്ട് ഷെയർ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം എന്തായാലും മോദിക്ക് പിന്നീട് മനസ്സിലായി BJPയുടെ ഹിന്ദുത്വ ഐഡിയോളജി അതിനപ്പുറം കളിക്കാൻ പറ്റുന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളത്. മറ്റൊരു കാര്യം, അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഹിന്ദു തീവ്രത ഒരുപക്ഷെ മോദിയേക്കാൾ കൂടുതൽ നന്നായിട്ട് പയറ്റി കളിക്കാൻ അറിയുന്ന നേതാവാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഗുജറാത്ത് നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹം പോയിട്ട് മത്സരിക്കുകയും അദ്ദേഹം മോദിയെ വെല്ലുവിളിക്കുന്ന, എനിക്ക് തോന്നുന്നു 2014 മോദിക്കെതിരെ നേരിട്ട് പോയി മത്സരിക്കുകയും 19 തോന്നുന്നു നേരിട്ട് പോയി മത്സരിക്കുകയും പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നോട്ടിൽ നിന്ന് ഗാന്ധിജിയുടെ ഫോട്ടോ മാറ്റി പകരം രാമൻ്റെ ഫോട്ടോ വെക്കണം എന്നുള്ള തരത്തിൽ മോദിക്ക് തൻ്റെ ഇടമുണ്ടോ, നട്ടലുണ്ടോ എന്നൊക്കെ വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഒരു പരിധിവരെ മോദിക്ക് അദ്ദേഹം ഒരു വലിയ ബാധ്യതയായി. അതിന് പിന്നീട് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് 2024 ലോക്സഭാ ഇലക്ഷന് മുമ്പോടിയായി അദ്ദേഹത്തെ ജയിലിലടക്കപ്പെട്ടു. എന്തായാലും കാര്യങ്ങളെ കിടപ്പ് അങ്ങനെയായി. പിന്നീട് അദ്ദേഹം ജയിലിലായി. അപ്പം ഇപ്പോൾ വീണ്ടും കേജ്രിവാൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം കേജ്രിവാൾ അങ്ങോട്ട് പോകുന്നു, മറുവശത്ത് അഖിലേഷ് യാദവ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അപ്പം എല്ലാ തരത്തിലും ഈ നേരത്തെ കേജ്രിവാളിൻ്റെ ഉദാഹരണം പറഞ്ഞത് ഹിന്ദുത്വക്കാരന് നന്നായിട്ട് കളിക്കാൻ അറിയുന്ന നേതാവ് തന്നെയാണ് കേജ്രിവാൾ. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ കഴിയാവുന്ന, അല്ലെങ്കിൽ കഴിച്ചാൽ ഉപകാരം നേടുന്ന നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു പാർട്ടിയേക്കാൾ ഉപരി നിലവിൽ ഇന്ത്യ മുന്നണിക്ക് പുറത്ത് നിൽക്കുന്ന പാർട്ടിയാണെങ്കിൽ പോലും അത് ആം ആദ്മി ആയിരിക്കും. വരും ദിവസങ്ങളിൽ BJP UP-യിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വെല്ലുവിളി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിത്തട്ട് വളരെ വീക്കാണ്. അതിപ്പം ആം ആദ്മിയുടെയും വീക്കാണ്. പ്രത്യേകിച്ച് കേജ്രിവാൾക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി പദവി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷേ മുഖ്യമന്ത്രി പദവി ഇല്ലാത്ത കേജ്രിവാൾ ആം ആദ്മിയുടെ സംഘടനാ നേതാവ് എന്നുള്ള നിലയ്ക്ക് വളരെ ശക്തനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന് മറ്റ് ചുമതലകളൊന്നും ഇല്ല. പിന്നുള്ളത് പഞ്ചാബാണ്, അവിടെ അവരുടെ സർക്കാരാണ് പോകുന്നത്. അപ്പോൾ കേജ്രിവാൾ ഇപ്പോൾ ഫുള്ളി ഫ്രീ ആണ്. അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി കേസിൽ ക്ലീൻ ചീറ്റ് കിട്ടിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം അത് UP തന്നെയായിരിക്കും. പഞ്ചാബ് നിലനിർത്തുക എന്നുള്ളതിനപ്പുറം അതിലുപരി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ ഗുജറാത്തിലും UP-യിലും ആയിരിക്കും. കാരണം രാമഭക്തന്മാരുടെ വോട്ടുകൾ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ അതൊരു പരിധിവരെ നേടാൻ അരവിന്ദ് കെജ്രിവാളിനാകും എന്നുള്ളത് ഏറെക്കുറെ അറിയാവുന്നത് കണ്ടാണ് അദ്ദേഹം നേരിട്ടാണ് പോയി കളിക്കുന്നത്. അതിന് മാത്രമല്ല അഖിലേഷ് യാദവ്, സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളുടെ പോക്കെല്ലാം എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. കാരണം ഒരു വശത്ത് രാമഭക്തത്തിൻ്റെ പേരിൽ നിലവിൽ വന്ന സർക്കാർ തടഞ്ഞു നിർത്തുന്നു എന്നുള്ള ഏറ്റവും വലിയ ആരോപണം ആ സർക്കാരിനെതിരെ വരുന്നു. മറുവശത്ത് മോദി, യോഗി, അതേപോലെ അമിത്ഷാ കൂട്ടുകെട്ട് ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് ഈ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിൻ്റെ കാര്യം എനിക്ക് അത്രത്തോളം ഉറപ്പ് ഞാൻ പറയുന്നില്ല. കാരണം കോൺഗ്രസ് UP-യിൽ വളരെ വീക്കാണ്. കാരണം പ്രശാന്ത് കിഷോർ ഏതെങ്കിലും ഒരു പാർട്ടി ഇലക്ഷനെ ഏറ്റെടുത്തിട്ട് അതിദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് UP ആയിരുന്നു. അപ്പം അത്രത്തോളം കോൺഗ്രസിൻ്റെ അടിത്തട്ട് വളരെ വീക്കായിരുന്നു. പ്രശാന്ത് കിഷോർ ഏറ്റവും അവസാനം ഏറ്റെടുത്തത്
TVക്ക് തമിഴ് വെട്രിക്കഴകത്തിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിങ് ഇലക്ഷൻ സ്ട്രാറ്റജി ആയിരുന്നു. അത് അവിടെ വിജയിച്ച് 108ഓളം സീറ്റുമായി ബന്ധപ്പെട്ട് വിജയോടെ അധികാരത്തിൽ വന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹം ഒന്നും ഏറ്റെടുത്തില്ല. ഏറ്റവും അവസാനം എടുത്ത TVക്കാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിലെ ഏറ്റവും വലിയ പരാജയം അത് കോൺഗ്രസിനെ ഏറ്റെടുത്തത് UP-യിലായിരുന്നു. അദ്ദേഹം അതിൽ ഖേദിക്കും പിന്നീട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഏറ്റവും വലിയ അയോധ്യ വിഷയം ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാവാൻ പോകുന്നത് BJPക്കായിരിക്കും എന്നുള്ളത് വലിയ സംശയമല്ല. അത് പൊളിറ്റിക്കലി ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ഉപകാരപ്പെടുത്തുന്നത് ആം ആദ്മിയും അതേപോലെ SP ആയിരിക്കും. കുറച്ചൊക്കെ ഒരു പരിധി വരെയൊക്കെ എന്തായാലും അത് കോൺഗ്രസിനും കിട്ടും എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മാത്രം കാണാം എങ്ങനെയായിരിക്കും UP പോലീസിൻ്റെയും SITയുടെയും നീക്കം എന്നുള്ളതും. മാത്രമല്ല വരുന്ന നിയമസഭാ ഇലക്ഷനിൽ പഞ്ചാബ്, ഗുജറാത്ത് അടക്കമുള്ള ഇലക്ഷനുകളിൽ UP അടക്കമുള്ള ഇലക്ഷനുകളിൽ എങ്ങനെയായിരിക്കും ഇത് തട്ടാൻ പോകുന്നത് എന്നുള്ളതും ഇത് BJPക്ക് എത്തരത്തിലുള്ള വലിയ തിരിച്ചടിയാകും എന്നുള്ളതും